മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഉപനിഷത്തിലെ ഒരുപക്ഷേ ഉപനിഷത്തുക്കളിൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഉപനിഷത്തുക്കൾ എന്ന വാക്കിൻ്റെ അർത്ഥം, ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തേക്ക് കൊണ്ടുപോവുക, ഉപ അടുത്തേക്ക്, നിഷത്ത് കൈപിടിച്ചു കൊണ്ടുപോവുക. 108 ഉപനിഷത്തുക്കളാണ് ഉള്ളതെന്ന് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൻ്റെ ഉപനിഷത്ത്, കൃഷ്ണയജുർവേദത്തിൻ്റെ ഉപനിഷത്ത്, ശുക്ലയജുർവേദത്തിൻ്റെ ഉപനിഷത്ത്, സാമവേദത്തിൻ്റെ ഉപനിഷത്ത്, അഥർവവേദത്തിൻ്റെ ഉപനിഷത്തുക്കൾ. ഈ ഉപനിഷത്തുക്കളിൽ ദശോപനിഷത്തുക്കൾ, 10 ഉപനിഷത്തുക്കൾ, ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി കയറാം. 108 ഉപനിഷത്തുക്കളുള്ളതിൽ 18 ഉപനിഷത്തുക്കൾ വൈദിക നിലവാരം പുലർത്തുന്ന ഉപനിഷത്തുക്കളാണ്. അഷ്ടാദശോപനിഷത്തുക്കൾ ശ്രേഷ്ഠങ്ങളായ ഉപനിഷത്തുക്കളാണ്. അതിനുശേഷം വരുന്ന പല ഉപനിഷത്തുക്കളും സാധാരണ ഉപനിഷത്താണ്. അതിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു കഥയായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ വിഷയ, സന്യാസോപനിഷത്ത്, എങ്ങനെയാണ് സന്യാസം സ്വീകരിക്കേണ്ടത്, അതൊരു ചെറിയ വിവരണമാണ്. ജീവിതത്തിൽ പകർത്തണം എന്ന നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ പകർത്താം, വേണമെങ്കിൽ പകർത്തേണ്ട. ഭസ്മജാപാലോപനിഷത്ത്, ഭസ്മം എങ്ങനെ ധരിക്കണം, ഒരു സാധാരണ ഉപനിഷത്താണ്. ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ തത്വശാസ്ത്രത്തിൻ്റെ പരമകാഷ്ഠയിലുള്ളതാണെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. അക്ഷമാലികോപനിഷത്ത് രുദ്രാക്ഷത്തെക്കുറിച്ചും, രുദ്രാക്ഷ ജാപാലോപനിഷത്ത് രുദ്രാക്ഷത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ രുദ്രാക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, രുദ്രാക്ഷം മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, രുദ്രാക്ഷം അന്ധവിശ്വാസമാണെന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാത്തിലും നന്മകളുണ്ട്. പഞ്ചസാര നല്ലതാണ്, ഡയബറ്റിക്സ് പേഷ്യൻറ്റിന് അത് ഒഴിവാക്കേണ്ടതാണ്. ഉപ്പ് നല്ലതാണ്, ഹൈ BP ഉള്ളവർക്ക് കുറയ്ക്കേണ്ടതാണ്. ഇനി പഞ്ചസാര നല്ലതാണ്, പക്ഷെ സാമ്പാറിനത് ഇടാറില്ല. ഉപ്പ് നല്ലതാണ്, ചായക്കിടാറില്ല. അതേപോലെ തന്നെ ഏത്തപ്പഴം നല്ലതാണ്, അത് നമ്മൾ വേണ്ടതിനെ ഉപയോഗിക്കാറുള്ളൂ. പൈനാപ്പിൾ നല്ലതാണ്, ചില കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കാവി കളറുള്ള ഒരു തുണിക്കഷ്ണം, അതൊരു തുണിക്കഷ്ണം മാത്രമാണ്. വെളുത്ത നിറമുള്ള ഒരു തുണിക്കഷ്ണം, അതേപോലെ പച്ച നിറമുള്ളത്. പക്ഷെ ഇത് മൂന്നും കൃത്യമായ അളവിലും നീളത്തിലും വീതിയിലും തയ്ച്ച് ഒരുമിച്ചാക്കിയാൽ അതിനെ നമുക്ക് ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല. അത് ദേശീയ പതാകയായി മാറും. അതിനെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സീരിയസ് പ്രശ്നമാണ്. അപ്പോൾ രുദ്രാക്ഷത്തെക്കുറിച്ചിട്ടായാലും, ഭസ്മത്തെക്കുറിച്ചായാലും, ഗോപി ചന്ദനോപനിഷത്തിനെ കുറിച്ചായാലും, സന്യാസത്തെക്കുറിച്ചായാലും വിവരിക്കുന്ന ഉപനിഷത്തുക്കളിൽ രുദ്രാക്ഷോപനിഷത്ത്, അതിൽ രുദ്രാക്ഷത്തെക്കുറിച്ച് ഏതോ ഒരു വ്യക്തി വളരെ മഹത്വമേറിയ രീതിയിൽ പറഞ്ഞു. വേദം പഠിച്ച ആള് പൂണൂല് ധരിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഒരു രാജാവ് കിരീടം വെക്കുന്നതിൽ അർത്ഥമുണ്ട്. ഒരു സൈന്യാധിപൻ അത്രയും മെഡൽ ഇവിടെ വെക്കുന്നതിൽ അർത്ഥമുണ്ട്. ആ മെഡൽ ഇവിടെ തന്നെ എന്തിനാ വെക്കുന്നത്? വീട്ടിൽ വെച്ചാൽ പോരെ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ധരിക്കുന്നതിൽ, ധരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറിങ്, അതിലർത്ഥമുണ്ട്. അത് ചിലർക്കേ അർത്ഥമുള്ളൂ. എൻ്റെ അച്ഛന് കിട്ടിയിരിക്കുന്ന സൈന്യത്തിൻ്റെ മെഡൽ മുഴുവൻ ഞാൻ എൻ്റെ ഷർട്ടിൽ കുത്തി തേച്ചാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ അച്ഛൻ്റെ അല്ലേ, ഞാൻ നിങ്ങളുടെ അല്ലല്ലോ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സൈന്യത്തിൻ്റെ മെഡൽ അവിടെ എടുത്തു. ഇനി ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ അവാർഡ് പോലെയുള്ള ഒരു അവാർഡ് നിങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ഒരു 10, 200, 300, 400, 500 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ അതൊരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരു ഉയർന്ന വ്യക്തിയോ തരുന്നു പബ്ലിക്കായിട്ട്. അതിനാണ് വില, ആ സാധനത്തിന് മാത്രമല്ല വില. ഒരാൾക്ക് 1 ലക്ഷം രൂപ, 1 കോടി രൂപ ലോട്ടറി കിട്ടി, ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടി 1 ലക്ഷം രൂപയുടെ. പക്ഷെ ആ അവാർഡിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ രുദ്രാക്ഷത്തിന് പ്രാധാന്യമുണ്ട്. ഒരു തരത്തിലും അത് ധരിക്കാൻ യോഗ്യതയില്ലാത്തവര്
ഞാൻ ആത്മീയതയുടെ പരമകാഷ്ഠയിലാണെന്ന് വിചാരിച്ച് ധരിക്കുക. ആ രുദ്രാക്ഷ ജാവാലോപനിഷത്തിലോ അല്ലെങ്കിൽ രുദ്രാക്ഷോപനിഷത്തിലോ കടരുദ്രോപനിഷത്തിലോ കാലാഗ്നി രുദ്ര ഉപനിഷത്തിലോ പറഞ്ഞിരിക്കുന്ന ആ രുദ്രാക്ഷത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അത് എക്സാജറേറ്റഡ് ആണ്. ഞാൻ ഇന്നലെയും സൂചിപ്പിക്കുകയുണ്ടായി, രുദ്രാക്ഷം കണ്ടു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. അങ്ങനെ അതൊരു തെറ്റായിട്ട് അദ്ദേഹം എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു. നമ്മൾ മലയാളത്തിൽ ചില കവിതകളിലൊക്കെ പറയാറില്ലേ, നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്ത് പോകുന്ന എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ചോട്ട് നടക്കണം എന്നാണോ? അല്ലല്ലോ. നടുകിൽ തിന്നാം, വഴി കൂടെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും നട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? നൽകുകിൽ നേടിയിടാം, നമ്മളെ കയ്യിലുള്ളത് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുക, അപ്പോൾ പിന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ളത് മുഴുവനും കൊടുത്തോണ്ടിരിക്കാം, അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുമാതിരി നമുക്ക് നാമേ പണിവത്, സ്വർഗവും നരകവും നമ്മളാണ് ഉണ്ടാക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ. നമ്മളൊരു ഓഫീസിലെ ക്ലർക്കാണ്, 250 ഫയലിൽ ഒപ്പിട്ടുവെങ്കിൽ ആ 250 ഫയല് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഒപ്പിട്ട് തരുന്നതാണോ ഉദ്ദേശിക്കുന്നത്? താൻ നിരന്തരം ചെയ്യുന്ന ഫയൽ ഒപ്പിടുന്ന കർമ്മങ്ങൾ താൻ ഫയൽ ഒപ്പിട്ടുകൊണ്ട് അനുഭവിച്ചിടുകയെന്നേ വരൂ, നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു വരി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പദാനുപത അർത്ഥം എപ്പോഴും ശരിയാവണമെന്നില്ല. രാമനാമം ജപിച്ചിടുകിൽ നമ്മൾ കലിയുഗത്തിലെ പാപങ്ങൾ ഒന്നും ഏൽക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? കുറേ തിന്മകൾ ചെയ്തിട്ട് രാമനാമം ഒരു 5 or 6 പ്രാവശ്യം ജപിച്ചാൽ മതി എന്നാണോ അതിൻ്റെ അർത്ഥം? അത് മാത്രമല്ല, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കുക, അവർ കുമ്പസാരിക്കുന്നു. ഒരു ക്രിസ്ത്യാനി തന്നെ കൊലപാതകം നടത്തിയിട്ട് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അയാളെ പോലീസ് പിടിക്കില്ല എന്നർത്ഥമുണ്ടോ? ജയിൽ ശിക്ഷ തരില്ല എന്നർത്ഥമുണ്ടോ? കോടതിയിലേക്ക് കൊണ്ടുപോവില്ല എന്നർത്ഥമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുമ്പസാരിച്ചു, അത് കാരണം എൻ്റെ പ്രശ്നം തീർന്നു എന്ന് കോടതിയിൽ ചെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ വാച്യാർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും കയ്യടിക്ക് വേണ്ടിയിട്ട് ചിലത് പറയുന്നു, ചെയ്യുന്നു എന്ന് ധരിക്കുന്നത് തെറ്റ്. ഇനി ആ വിഷയത്തിലേക്ക് പോകാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്, അത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ ഉപനിഷത്തിലെ ഒരു വരി ഞാൻ പറയാം. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം. നല്ലൊരു വരിയാണ്. ശരിക്കും ഉപനിഷത്തിന്റെ സത്താണ് ഈ വരി. അണോരണീയാൻ, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണു, അതാണ് ഹൈഡ്രജൻ ആറ്റം. അണുവിൻ്റെ ഡെഫനിഷൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ആറ്റത്തിന്റെ ഡെഫനിഷൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ കൊടുത്തത് അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം. എൻ്റെ അർത്ഥം മനസ്സിലാവുന്നതോ നോക്കാം. അപകർഷ പര്യന്തം, ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിൾ. അപകർഷ പര്യന്തം ദ്രവ്യം ഓഫ് എ മാറ്റർ, ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ മാറ്റർ, പരമാണുരേവം. അത് തന്നെയാണ് പരമാണു. ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ മാറ്റർ ഈസ് നോൺ ആസ് പരമാണു. അപ്പൊ അണോരണീയാൻ, ആ അണുവിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും, മഹതോ മഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചമാണ് മഹത്തായിട്ടുള്ളത്. ദ ബിഗർ ദാൻ ദ ബിഗസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കോസ്മിക് സിസ്റ്റം. അതായത് ദ മൈന്യൂട്ടസ്റ്റ് ടു ദി ബിഗസ്റ്റ്, ഹ്യൂജ്. അണോരണീയാൻ മഹതോ മഹീയാൻ. ഇപ്പൊ പഠിക്കണം കേട്ടോ അത്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തം. ജീവാത്മാവിന്റെ രൂപത്തിൽ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും നിലനിൽക്കുന്നൊരു ചൈതന്യം. ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന വരിയിൽ ഈ നമ്പർ പറഞ്ഞിട്ടില്ല, ഞാൻ ചേർത്തതാണ് നമ്പർ പറയാതെ ഒന്ന് പറഞ്ഞു നോക്കാം. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, ജീവാത്മാവിന്റെ രൂപത്തിൽ സർവ്വജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യത്തെയാണ് ഭാരതീയർ ഈശ്വരൻ എന്ന് പറയുന്നത്. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, ജീവാത്മാവിന്റെ രൂപത്തിൽ സർവ്വജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യത്തെയാണ് ഭാരതീയര് ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഈശ്വര സങ്കല്പം നമ്മളുടെ മനസ്സിലുണ്ടായി എന്ന് വിചാരിക്കുക.
അങ്ങനെ ഒരു ഈശ്വര സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായാൽ എന്താ പ്രയോജനം? തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാത്മഹിമാനമീശം. ആ സർവചരാചരങ്ങളിലും ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും നിലനിൽക്കുന്ന ആ ചൈതന്യം, അതിനകത്ത് കറക്റ്റ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത്, ഏതാണ് നല്ലത്, ചീത്ത, അതിനകത്ത് തന്നെ ഡിസിഷൻ എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഈശ്വരനെ, എൻ്റെ ശ്വാസകോശത്തിന് അറിയാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. ഞാനല്ല കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി ഞാനല്ല കൺട്രോൾ ചെയ്യുന്നത്, അതിനറിയാം. എൻ്റെ കണ്ണിനറിയാം കണ്ണ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. എൻ്റെ ചെവിക്കറിയാം ചെവി എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. എൻ്റെ നാക്കിനറിയാം നാക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനറിയാം അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഈ പ്രപഞ്ചത്തിന്, കോസ്മിക് സിസ്റ്റത്തിനറിയാം എങ്ങനെയാണ് ഈ ജൂൺ മാസം 1-ാം തീയതി ഇടവപ്പാതിയാവുമ്പോൾ കേരളത്തിൽ മഴ പെയ്യുന്നത് എന്ന്. ഭൂമിക്കറിയാം എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ആ അറിവ് അതിനകത്ത് ഉണ്ടാക്കുന്നത് അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും സർവ്വജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, വളരെ വലിയ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാത്മഹിമാനമീശം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയാൽ, വീതശോകോ നമ്മളുടെ ഡേ ടു ഡേ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, വേദനകൾ, ഇത് വീതശോകോ അതില്ലാണ്ടാവും. കാരണം നമ്മൾ വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാത്മഹിമാനമീശം, ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും കൊണ്ട് നമുക്ക് ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ലാതെയാവും. ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ ദുഃഖങ്ങൾ ഇല്ലാതെയാക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്, ഭയങ്കരമായിട്ട് രോഗം വന്ന് പെടയുന്ന ഒരാളെ ചെറിയൊരു രോഗമുള്ള ആൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ രോഗമുള്ള ആളുടെ രോഗം ഇല്ലാതെയാവുമൊന്നുമില്ല. പക്ഷെ അയാൾ മറ്റേയാൾ അനുഭവിക്കുന്ന വേദനയും ബാക്കിയുള്ളത് അറിയുമ്പോൾ ഇയാൾക്ക് തോന്നും എൻ്റെ അസുഖമൊന്നും അസുഖമേ അല്ലെന്ന് തോന്നും. ആ തോന്നലിനെയാണ് ശരിക്കും നമ്മൾ ഈ ഉപനിഷത്തിൻ്റെ സൈക്കോളജിക്കൽ അനാലിസിസ്. നല്ലൊരു വരിയാണ്, നിങ്ങൾ പഠിക്കണം. ഞാൻ പറയാം, എഴുതിയെടുക്കണം. അണോരണീയാൻ, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവില്. അണോരണീയാൻ മഹതോ മഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തില്. ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ, ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ, ആത്മാവിൻ്റെ രൂപത്തിൽ ജീവജാലങ്ങളിൽ നിലനിൽക്കുന്ന ചൈതന്യം, അതിനെക്കുറിച്ച് തമക്രതു പശ്യതി വീതശോകോ, അതിനെ ആര് കാണുന്നുവോ, വീതശോകോ അയാൾ ദുഃഖമില്ലാത്ത ശോകമില്ലാത്ത ആളെന്ന്. ധാതുപ്രസാദാത്മഹിമാനമീശം, ആ മഹത്തായ ഈശ്വര ചൈതന്യത്തിൻ്റെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും കൊണ്ട് നമ്മളുടെ ദുഃഖം ഇല്ലാതെയാകും. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാത്മഹിമാനമീശം. പ്രണാമം, നമസ്കാരം.